ആഗോളസഭ ഇന്ന് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വ്യത്യസ്തമായൊരു അപ്പോസ്തലൻ, ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും. അതിന് കാരണം എല്ലാ ശിഷ്യന്മാരിൽ നിന്നും അയാൾ എല്ലാ കാലത്തും വ്യത്യസ്തനായിരുന്നു. ദൈവശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യരിൽ യോഹന്നാൻ എന്നാണ്. അതിന് നിരവധിയായ കാരണങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രധാനമായി എടുത്തു പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം കുരിശിൻ്റെ ചുവട്ടിൽ നിഴൽ പോലെ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം തന്നെയാണ്. 11 പേരും ഓടി വിളിച്ചപ്പോൾ അയാൾക്ക് മാത്രം എങ്ങനെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ധൈര്യം കിട്ടി? ആ ധൈര്യമാണ് പിന്നീട് സ്നേഹമെന്ന് ലോകം വിശേഷിപ്പിച്ചത്. ചിലതൊന്നും മനസ്സിലെ ധൈര്യമല്ല, ഹൃദയത്തിലെ സ്നേഹം കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഓടിപ്പോകാൻ നിരവധിയായ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴും യോഹന്നാന് ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, അവന് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നൊരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തെ ക്രിസ്തുവിൽ നിന്ന് മാറ്റാൻ അവൻ അനുവദിച്ചില്ല. മാത്രമല്ല, പിന്നീട് ഉദ്ധാനത്തിന് ശേഷം പത്രോസിന് മുമ്പേ ഓടിപ്പോയ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാൻ തന്നെയാണ്. അങ്ങനെ പത്രോസ് ഓടിയ ഓട്ടത്തെക്കാളും വേഗത്തിലോടി ആ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹോത്സവം അറിയാൻ ആഗ്രഹിച്ചൊരു ശിഷ്യൻ. എല്ലാം ആദ്യം അറിയണമെന്ന് അയാൾ ആഗ്രഹിച്ചു. സ്നേഹത്തിൽ അയാളാകണം ഒന്നാം പന്തിയിലെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഓടിയും കുരിശിൻ്റെ ചുറ്റിൽ നിന്നുമൊക്കെ അയാൾ നേടിയെടുത്തത് ക്രിസ്തുവിനെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന അവസരത്തിൽ മറ്റെല്ലാ ശിഷ്യന്മാർക്കും നിയോഗം ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാനാണ്. ഈ പ്രഘോഷണത്തിൻ്റെ വേളയിൽ ആദ്യം അയാൾ ചെയ്തത് പാത്മോസ് ദ്വീപിൽ ചെന്നാണ്. പാത്മോസ് ദ്വീപിൽ ചെന്ന് അദ്ദേഹത്തിന് ദൈവം ചില അരുളപ്പാടൊക്കെ നൽകി. ആ അരുളപ്പാട് നൽകാൻ സ്നേഹം ക്രിസ്തുവിൻ്റെ വിലാപ്പുറം കണ്ട് ആ തുടിക്കുന്ന ഹൃദയം നേരിൽ കണ്ട മനുഷ്യൻ കുരിശുമരണം ഒക്കെ കണ്ട അയാൾക്ക് പിന്നീട് അതിനെ സ്നേഹമെന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്വന്തം അമ്മയെ സ്വീകരിച്ച ആ സ്നേഹത്തേക്ക് ഓർത്ത് അദ്ദേഹം പാത്മോസ് ദ്വീപിൽ ചെന്ന് സ്നേഹമെന്ന് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ആ വാക്കുകളും ജീവിതവും പിന്നീട് അയാളെ മാറ്റിമറിച്ചു. അദ്ദേഹം വലിയ മനുഷ്യനായി തീർന്നു, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി തീർന്നു. പ്രിയമുള്ളവരെ, സഭ ഇന്ന് വിശുദ്ധ യോഹന്നാനെ ധ്യാനിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ടത് സ്നേഹത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനെന്നാണ്. വെറും സ്നേഹത്തിന് വേണ്ടിയല്ല, ആദ്യ സ്നേഹത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. അതാണ് വെളിപാട് പുസ്തകത്തിലൊക്കെ ഓർമ്മിപ്പിച്ചത്. നിൻ്റെ ആദ്യ സ്നേഹം എവിടെ പോയി? ഈ ആദ്യ സ്നേഹം എന്നൊരു കോൺസെപ്റ്റ് വളരെ കൃത്യമായി ഈ ഭൂമിക്ക് പഠിപ്പിച്ചത് യോഹന്നാനാണ്. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എങ്കിലും നിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഞാൻ തന്നെയാകണം ആദ്യം. അങ്ങനെ ആദ്യം ഉണ്ടാകേണ്ട ഒരു പ്രയോറിറ്റി ലിസ്റ്റിനെ ഈ ഭൂമിക്ക് പഠിപ്പിച്ച യോഹന്നാൻ ഈ ഭൂമിയോട് വെളിപ്പെടുത്തിയൊരു സത്യമുണ്ട്. എല്ലാ സ്നേഹങ്ങളെക്കാളും ഉപരി ആദ്യ സ്നേഹത്തിന് കുറച്ചും കൂടി മനോഹാരിതയുണ്ട്. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എന്ത് സ്നേഹമായിരിക്കണം ഏറ്റവും വലുത്? ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ക്രിസ്തുവിനെ ആദ്യം സ്നേഹിക്കാനുള്ളൊരു വാശിയാണ്. എനിക്കെൻ്റെ ക്രിസ്തുവിനെ ആദ്യം കാണണം, എനിക്കെൻ്റെ ക്രിസ്തുവിനെ ആദ്യം അനുഭവിക്കണം, എനിക്കെൻ്റെ ക്രിസ്തുവിൻ്റെ ആദ്യമായി മാറണം. അങ്ങനെ ഒരു ഫസ്റ്റ് ലവ് ഇന്ന് ഭൂമിക്ക് അത്യാവശ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദ്യ സ്നേഹം നിന്നിൽ നിന്നും ഉണ്ടോ സോദര? നീ യേശുവെ കണ്ട നാളിലെ ചൂട് നിന്നുള്ളിൽ നിന്നുണ്ടോ സോദര? എന്തൊരു സ്നേഹം, എന്തൊരു ഐക്യത, എന്തൊരു കൂട്ടായ്മ,
മൺഡേയും ഫ്രൈഡേയും എല്ലാം ഓരോരോ കാര്യങ്ങളാ. സൺഡേയും മൺഡേയും ഫ്രൈഡേയും എല്ലാം ഓരോരോ കാര്യങ്ങളാ. എന്തു ചെയ്യാനാ? ആദ്യ സ്നേഹം നിന്നിൽ ഇന്നും ഉണ്ടോ സോദരി? നീ യേശുവെ കണ്ട നാളിലെ ചൂട് നിന്നുള്ളിൽ ഇന്നുണ്ടോ സോദരാ? നിൽക്കുക നിൽക്ക മടങ്ങുക യേശുവിൻ പാദത്തിൽ വീഴുക നീ. നിൽക്കുക നിൽക്ക മടങ്ങുക യേശുവിൻ പാദത്തിൽ വീഴുക നീ. നിന്നുള്ളിലുള്ള ദൈവിക ബന്ധം ആഴത്തിൽ ഉറപ്പിക്ക നീ. നിന്നുള്ളിലുള്ള ദൈവിക ബന്ധം ആഴത്തിൽ ഉറപ്പിക്ക നീ. വൈകരുതിനി ആദ്യ സ്നേഹം നിന്നിൽ ഇന്നും ഉണ്ടോ സോദരി? നീ യേശുവെ കണ്ട നാളിലെ ചൂട് നിന്നുള്ളിൽ